മൂന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായി റിമാൻഡിലായ പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അയോഗ്യതാ നടപടികൾ നീളുമെന്ന വിവരം പുറത്തുവരുന്നു. രാഹുലിനെ എം.എൽ.എ. സ്ഥാനത്തു നിന്ന് അയോഗ്യനാക്കുന്നതിനുള്ള നടപടികൾ സങ്കീർണമാണ്. വിഷയത്തിൽ ലഭിക്കുന്ന നിയമോപദേശം നിർണായകമാകും. നിയമസഭാ സെക്രട്ടേറിയറ്റ് നടപടി തുടങ്ങിയാൽ തീരുമാനമെടുക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം രാഹുലിന് പാർട്ടിയുമായി ബന്ധമില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ്. രാഹുലിന് എം.എൽ.എ. സ്ഥാനം നഷ്ടമാകുമോ എന്നതിലെ നിയമവശങ്ങൾ ഇങ്ങനെയാണ്. ഒന്നാമത്തേത് നിയമസഭാ അംഗത്തെ അറസ്റ്റ് ചെയ്താൽ അക്കാര്യം സ്പീക്കറെ പോലീസ് അറിയിക്കും. തുടർച്ചയായി കേസുകളിൽ പ്രതിയാക്കപ്പെട്ട അംഗത്തിനെതിരെ അച്ചടക്ക നടപടി ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ സ്പീക്കർക്ക് എത്തിക്സ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്താം. രാഹുലിന്റെ കാര്യത്തിൽ എത്തിക്സ് കമ്മിറ്റി തീരുമാനമെടുക്കുമെന്ന് സ്പീക്കർ എൻ ഷംസീർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കമ്മിറ്റി പരാതിക്കാരിയിൽ നിന്ന് തെളിവെടുപ്പ് നടത്തി റിപ്പോർട്ട് സഭയിൽ വയ്ക്കും. റിപ്പോർട്ടിലെ അച്ചടക്ക നടപടി നിർദ്ദേശം പ്രമേയമായി മുഖ്യമന്ത്രി സഭയിൽ കൊണ്ടുവരണം. താക്കീതോ സസ്പെൻഷനോ പുറത്താക്കലോ ആകും ശുപാർശ. മുഖ്യമന്ത്രി കൊണ്ടുവരുന്ന പ്രമേയം സഭ അംഗീകരിച്ചാൽ നടപടി പ്രാബല്യത്തിലാകും. രാഹുലിനെതിരെ ഗുരുതര ആരോപണമുള്ളതിനാൽ പുറത്താക്കൽ ശുപാർശ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. ഈ മാസം 20-ന് നിയമസഭാ സമ്മേളനം തുടങ്ങും. രാഹുലിനെ പുറത്താക്കാൻ സർക്കാരിന് താൽപ്പര്യമുണ്ടെങ്കിൽ നടപടി അതിവേഗം നീക്കേണ്ടി വരും. പുറത്തായാൽ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഈ രീതിയിൽ അംഗത്വം നഷ്ടമാകുന്ന ആദ്യ എം.എൽ.എ. ആകും രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുലിനെതിരെ നടപടി ശുപാർശ ചെയ്യേണ്ട എത്തിക്സ് കമ്മിറ്റിയിൽ ഇപ്പോൾ CPM പ്രതിനിധി മുരളി പെരുന്നെല്ലി അധ്യക്ഷനാണ്. CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനും ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണനും KK ശൈലജ ടീച്ചറും H. സലാം എന്നിവരാണ് സമിതിയിലെ CPM അംഗങ്ങൾ. CPI-യിൽ നിന്ന് P. ബാലചന്ദ്രനും JDS അംഗമായി മാത്യു T. തോമസും എത്തിക്സ് കമ്മിറ്റിയിലുണ്ട്. UDF-ന് 2 അംഗങ്ങളാണുള്ളത്. കോൺഗ്രസിലെ റോജി M. ജോണും മുസ്ലിം ലീഗിലെ UA ലത്തീഫും. എം.എൽ.എ. സ്ഥാനത്തു നിന്ന് സഭ ഒരംഗത്തെ പുറത്താക്കിയാലും അയാൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിയമതടസ്സമില്ല.